സോറി സാർ, ബാംഗ്ലൂരിലെ പ്രോഗ്രാം കഴിഞ്ഞെത്തിയപ്പോ ലേറ്റ്. അതൊന്നും സാരമില്ല, ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഇറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് വരുന്ന വഴിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. താര, വാസു, ഹലോ. നിന്നെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യായിരുന്നു. കരയാതെ. എക്സ്ക്യൂസ് മീ, പയസിന്റെ മിസ്സസ് അല്ലേ? അതെ, ഞാൻ താര. പ്രിൻസി. മോളെന്തിനാ കരയുന്നേ? സുഖമില്ല. വണക്കം. താങ്ക് യു. ബിഷപ്പിന്റെ മീറ്റിംഗ് ഇപ്പഴാ തീർന്നത്. ഞാനധികം ലേറ്റായില്ലല്ലോ. അച്ചോ. സതീശൻ. ആഹാ, പഴയ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ. മുരളിയുടെ ഫോട്ടോ ശരിക്കും ജീവനുള്ളതുപോലെ. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് 15 വർഷമായെന്ന് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. ഇച്ചായ, ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം കഴിഞ്ഞാലുടനെ മോളെയും കൊണ്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോണം. എന്നാ പറ്റി? കാഞ്ഞിരപ്പള്ളിയിൽ നല്ലൊരു പീഡിയാട്രീഷ്യൻ ഉണ്ട്. രാത്രി 8 മണിക്ക് ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? താരാക്കുറുപ്പ്. എന്തു പറ്റി? ഒന്നുമില്ല. ശരിക്കും താര ഡോക്ടറോട് ബെഗ് ചെയ്തിട്ടാ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഇത് മോളുടെ കാര്യമാണേ, ഒരു ഒഴിവഴിവും പറയരുത്. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. നീ ചെല്ല. എന്റെ മോളുടെ കാര്യത്തില് അവക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഇനി നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പഴയതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള വല്ല പരിപാടിയാണോ? അവസാനമായി, സ്കൂളിൽ പഠിച്ചിരുന്ന നാൾ മുതൽ ക്ലാസിക്കൽ ഡാൻസിന് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ തന്റെ നൃത്ത ചുവടുകൾ കൊണ്ട് ഈ കോളേജിലെ ഓരോ മൺതരിയെയും കോരിത്തരിപ്പിച്ച ഇന്ന് ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന നർത്തകിയായ നമ്മുടെ കൂടുതൽ റബ്ബർ ചേർക്കല്ലേ വാസു, വല്ലാണ്ട് വലിയുന്നു. റബ്ബറിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. മുൻ MLA-യും ഇപ്പോൾ മാവേലിക്കര MP-യുമായ അച്യുതക്കുറുപ്പിന്റെ മകൾ താരാക്കുറുപ്പ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ഒന്നിക്കണം എന്നുള്ളത് മുരളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ സന്തോഷം. വാസു പറഞ്ഞതുപോലെ ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. കൂടാതെ എറണാകുളത്ത് ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്. കല്യാണം ആയിട്ടില്ല. ഇത്ര പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ടായിട്ടും നീ എന്നതാ കുഞ്ഞെ ഇങ്ങനെ കെട്ടാതെ നിൽക്കുന്നത്? പറയ്, ഞങ്ങള് കേക്കട്ടെ. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ജീവിതത്തിന്റെ വഴി ഒരിക്കൽ തെറ്റിയ പിന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്താലേ ശരിയായ വഴിയിലെത്താൻ പറ്റൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ഇത് മെത്രാനച്ചന്റെ ഇടയലേഖനം പോലെ ആയല്ലോ, ഒന്നും മനസ്സിലായില്ല. ഓ, ആരാത്? അതെ, കറുത്ത പർദ്ദയണിഞ്ഞ് ഒരു പെൻഗ്വിനെ പോലെ ഈ കോളേജിന്റെ ഇടനാഴികളിലൂടെ നടന്നു നീങ്ങിയ റസിയ വന്നെത്തിരിക്കുകയാണ്. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. റസിയെ കാണാതായപ്പോ ഞങ്ങൾ അങ്ങ് തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാരും കഴിഞ്ഞ 10-14 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അതെ, റസിയയ്ക്കും അത് പറഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ലക്ഷ്മിയും റസിയെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ആരും ഒന്നും അവളോട് ചോദിക്കില്ല എന്ന ഉറപ്പിലാണ് റസിയ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? റസിയ, അവിടെ പോയിരുന്നോളൂ. എന്താ അടുത്ത പരിപാടി? നിങ്ങൾ കോളേജിൽ പഠിച്ച ആ കാലം അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ പണ്ട് ടൂറിന് പോയപ്പോ പാടിയ ആ പാട്ടില്ലേ, എല്ലാവരും അതൊന്നുകൂടി പാടണം. നിങ്ങളുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ ഒന്ന് കേക്കട്ടെ. ഒന്ന് പാടൂന്നേ. Come on, come to the mood. 1, 2,
3, 4. ഡെസേർട്സ് പിന്നെ എടുക്കാം. These are all South Indian dishes. Hope you are enjoying the food. അതോ പറ. ഈ ഇരിക്കുന്ന നോൺ വെജ് ആണ്. അപ്പൊ ഇതോ കഴിക്കുക. ഹലോ, ഐസ്ക്രീം കഴിക്കാം ഇല്ലയോ? പേടിക്കണ്ട, ഉപദ്രവിക്കാനൊന്നല്ല. എനിക്ക് കുറച്ച് സംസാരിക്കണം. ജനറേറ്റർ റൂമിന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? പതിനഞ്ച് വർഷങ്ങൾ വേണ്ടി വന്നു നിനക്കെന്റെ സ്നേഹം മനസ്സിലാക്കാൻ, എന്നെ മനസ്സിലാക്കാൻ. തന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വിധിയായിരിക്കും. വിധി പല രൂപത്തിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഒരു ജീവിതം വെച്ച് നീട്ടി കൊതിപ്പിച്ചിട്ട് അത് തിരിച്ചെടുത്ത് കളഞ്ഞ താരാക്കുറുപ്പിന്റെ രൂപത്തിൽ. പിന്നീട് മുംബൈയിലെ പട്ടിണിക്കാലത്ത് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി തന്ന ശാന്താറാമിന്റെ രൂപത്തിൽ. ഒടുവിൽ എന്നെ കൊണ്ട് ഭർത്താവിന്റെ വിഡ്ഢിവേഷം കെട്ടിച്ച രത്ന ശാന്താറാമിന്റെ രൂപത്തിൽ. എനിക്കിപ്പോ ആശകളോ പ്രതീക്ഷകളോ ഒന്നുമില്ല താര. ഒരുപാട് വൈകിപ്പോയി മാപ്പ് പറച്ചലിനോ കുറ്റബോധത്തിനോ ഒന്നും എന്റെയോ തന്റെയോ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സ്ഥിരം വേദികൾ, സ്ഥിരം സംഘാടകർ, കൈയടിക്കുകയോ നിസ്സംഗരെ നോക്കിയിരിക്കുകയോ ചെയ്യാറുള്ള ആസ്വാദകര്. ഞാനും ജീവിതത്തിലെ മാറ്റമില്ലായ്മയായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ സുഖു, എന്റെയും തന്റെയും ജീവിതം രണ്ടു വഴിക്ക് തിരിച്ചുവിട്ട അതേ വിധി ഇപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അത് വെച്ച് നീട്ടുന്നത് നമ്മുടെ പഴയ സ്വപ്നങ്ങളാ. പഴയ ഉണ്ടക്കണ്ണിക്കും പൊടിമീശക്കാരനും അത് സ്വീകരിച്ചൂടെ? പിന്നീട് സുഖം ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. നമ്മൾ അന്ന് കണ്ട കാര്യം അയ്യർ സാറിനോട് പറയേണ്ടി വന്നു. പക്ഷേ പിന്നീട് അവിടെ നടന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ആരോടും പറയില്ല. ഓ, അന്ന് രാത്രി ജനറേറ്റർ റൂമിന്റെ അടുത്തുണ്ടായിരുന്ന അവരായിരുന്നോ? അച്ഛനെന്താ അങ്ങനെ ചോദിച്ചത്? അല്ലല്ല, അന്ന് അവിടെ അവർ രണ്ടാളും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് പാർട്ടിക്കിടെ കറി വീണത് കാരണം ലോഹം മാറ്റാൻ വേണ്ടി ഞാൻ എന്റെ മുറി വന്നിരുന്നു. തിരിച്ചിറങ്ങാൻ നേരം ജനറേറ്റർ റൂമിന്റെ അടുത്തുനിന്ന് രണ്ടുപേര് നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. പുറത്തിറങ്ങിയപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞു. അപ്പൊ ദേ ജനറേറ്റർ റൂമിന്റെ അടുത്തുനിന്ന് വേറെ ആരോ ഓടി വരുന്ന ശബ്ദം. അതൊരു സ്ത്രീയായിരുന്നു. എനിക്കുറപ്പാ. കൊലുസിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. കൊലുസിന്റെ ശബ്ദം? ആരായിരുന്നു? ചോദിച്ചിട്ടൊന്നും പറയാതെ ഓടിക്കളഞ്ഞു. രാത്രിയിൽ എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടെന്ന് അറിയാവുന്ന ആരോ ആണത്. ആ കൊലുസിന്റെ ശബ്ദം ഇനിയും കേട്ടാൽ അച്ഛന് തിരിച്ചറിയാൻ പറ്റൂ?